ഞങ്ങൾ ഗാസയെ അധീനപ്പെടുത്തുന്നില്ല. ഗാസയെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ഗാസ നിരായുധമാക്കപ്പെടും. പലസ്തീൻ അതോറിറ്റിയോ ഹമാസോ അല്ലാത്ത മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനയുമല്ലാത്ത സമാധാന ഭരണകൂടം ഗാസയിൽ സ്ഥാപിക്കപ്പെടും. ഇതുവഴി തടവുകാരെ മോചിപ്പിക്കാനും ഗാസ ഇനി ഇസ്രായേലിന് ഭീഷണിയാകാതിരിക്കാനും സാധിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു കുറിച്ചത്. ഗാസ വിഷയത്തിൽ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിച്ച് മെർസുമായി നടത്തിയ ഉദ്യോഗജനകമായ സംഭാഷണത്തിന് ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നത്. ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസ വിഷയത്തിൽ ഇരുവരും കടുത്ത നിലപാടുകളുമായി പരസ്പരം സംസാരിച്ചുവെന്നാണ്. കൂടാതെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഗാസ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി. ഹമാസിന്റെ പൂർണ്ണ പരാജയം ലക്ഷ്യമെന്നും ഇസ്രായേലിനും ഗാസയ്ക്കുമിടയിൽ സുരക്ഷാ ബഫർ സോൺ നിർമ്മിക്കുമെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. സുരക്ഷാ മന്ത്രിസഭയുടെ തീരുമാനം ഇസ്രായേലിന്റെ യുദ്ധലക്ഷ്യങ്ങളിൽ ഉറച്ച പ്രതിബദ്ധതയുണ്ടെന്നും ശക്തിയോടെ പ്രഹരിക്കാനൊരുങ്ങിയ നിലയിൽ അന്താരാഷ്ട്ര വിമർശനങ്ങളോ ഉപരോധ ഭീഷണികളോ ഇസ്രായേലിന്റെ ഗാസ പദ്ധതിയിൽ നിന്നും തടയാൻ കഴിയില്ലെന്നും ഇസ്രായേൽ കാറ്റ്സ് കൂട്ടിച്ചേർത്തു. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർ, തടവുകാരുടെ കുടുംബങ്ങൾ, രാജ്യത്തിനു വേണ്ടി പോരാടുന്ന ധീരസേന, എല്ലാവരുടെയും ബഹുമാനത്തിനായി നേതാക്കൾക്ക് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണെന്ന് കാറ്റ്സ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.